നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പൊതുജനം കഴുതേല ശ്രദ്ധ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മൾ ആരംഭിക്കുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ ജനാധിപത്യ മണിക്കൂർ. പൊതുജനം കഴുതയല്ല സാർ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഏതെങ്കിലും ജനകീയ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ നേരിട്ട് ഫോണിൽ വിളിച്ച് ആ വിഷയങ്ങൾ അറിയിക്കാം. ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 0484-2830-510. ഏതെങ്കിലും ദൃശ്യങ്ങൾ അയക്കേണ്ടതുണ്ടെങ്കിൽ വാട്സാപ്പ് വഴി ആ ദൃശ്യങ്ങൾ അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങൾ അയച്ചു നൽകുകയും ചെയ്യാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. വലിയ ചർച്ചയാകുന്നു PV അൻവർ MLAയുടെ ആരോപണം. ആഭ്യന്തര വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി നിലമ്പൂർ MLA PV അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് ഇന്നത്തെ വാർത്താപകലിലെ പ്രധാന വാർത്തകളിൽ ഒന്ന്. സർക്കാരിനെ വിവാദത്തിലാക്കുന്ന പോലീസ് വീഴ്ചകളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി എന്നാണ് PV അൻവർ MLAയുടെ ആരോപണം. ADGP MR അജിത് കുമാർ കൊന്നും കൊല്ലിച്ചും ശീലമുള്ള ആളെന്നും PV അൻവർ MLA ആരോപിക്കുന്നു. ഭരണകക്ഷി MLAയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു. അതേസമയം പത്തനംതിട്ട SP സുജിത് ദാസിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും നീക്കി MR അജിത് കുമാറിലേക്കുള്ള അന്വേഷണം പ്രതിരോധിക്കാനാണ് ആഭ്യന്തര വകുപ്പിന്റെ നീക്കം. പാർട്ടിക്ക് മേലൊന്നും ഒരാളും വളരൂല. പാർട്ടിയുടെ ഭാഗമാവാതെ പാർട്ടിക്ക് അപ്പുറം കടക്കാൻ ഒരാൾക്കും സാധിക്കുന്നതല്ല. അതാണ് പാർട്ടിയുടെ ഒരു നിലപാട്. പാർട്ടിക്ക് മുകളിലും വളർന്ന സർക്കാരിന്റെ തലയ്ക്ക് മുകളിൽ കാൽ ചവിട്ടി നിന്നാണ് ഭരണകക്ഷി MLA ആയ PV അൻവറിന്റെ പരസ്യ വെല്ലുവിളി. പോലീസ് തലപ്പത്ത് അധോലോകബന്ധമുള്ളവർ പിടിമുറുക്കുന്നുവെന്നടക്കമുള്ള ആരോപണം വെറുതെ അങ്ങ് പറയുന്നതല്ല. ആഭ്യന്തര വകുപ്പിനെതിരെയാണ് അൻവറിന്റെ കല്ലേറെങ്കിലും കൊള്ളുന്നതത്രയും മുഖ്യമന്ത്രിക്കാണ്. PV അൻവറിൻ്റേത് ഒറ്റയാൾ പോരാട്ടമല്ലെന്നുറപ്പ്. പാർട്ടിക്കും മുകളിലേക്ക് പോലീസിനെ നിയന്ത്രിക്കുന്ന P ശശിയും വളർന്നുവെന്ന് CPM-ൽ തന്നെ അഭിപ്രായമുണ്ട്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും അധികം പഴികേട്ട ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നതിന് PV അൻവറിന് ഈ രീതിയിൽ പിന്തുണയുണ്ടോ എന്നതാണ് ചോദ്യം. അൻവറിന്റെ ആരോപണങ്ങൾക്കെല്ലാം തലകൊയ്യാനുള്ള മൂർച്ചയുമുണ്ട്. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ കുഴിയിൽ ചാടിക്കുന്നുവെന്ന് P ശശിയെ നേരിട്ടാക്രമിച്ചായിരുന്നു PV അൻവറിന്റെ ഇന്നത്തെ നീക്കം. വിശ്വസിച്ചേൽപ്പിച്ചതാരാ? സഖാവ് P ശശി എന്നല്ലേ? അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ പരാജയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ഇത് കൃത്യമായി അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കൊള്ള നടക്കുമോ? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് MR അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം. തുടങ്ങിയത് സുജിത് ദാസിലാണെങ്കിലും PV അൻവർ ലക്ഷ്യമിടുന്നത് MR അജിത് കുമാറിനെയാണ്. അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണെന്നും കൊല്ലിച്ചിട്ടുണ്ടെന്നും അൻവർ ആഞ്ഞടിച്ചു. ഈ പറയുന്ന MR അജിത് കുമാർ ഇവിടെ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, കൊലപാതകം നടത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ. മാമി എന്ന് പറയുന്ന കോഴിക്കോടത്തെ ഒരു കച്ചവടക്കാരൻ 1 വർഷമായി കാണാതായിട്ട്, കൊണ്ടുപോയി കൊന്നതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സുജിത് ദാസ് സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞ അൻവർ താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സുജിത് ദാസിന്റെ പുതിയ ശബ്ദരേഖയും പുറത്തുവിട്ടു. ശരിക്കും നമ്മളെ താനൂർ ഇഷ്യൂ എങ്ങനെയാ മരിച്ചത്? അതെന്ന് പറഞ്ഞാൽ മറ്റേ ഈ MDMA-യുടെ 2 കവർ ഈ ചെറുക്കം വിഴുങ്ങിയിരുന്നു. അപ്പം ഈ കവർ അകത്ത് കിടന്നിട്ട് ഒരു കവർ പൊട്ടിപ്പോയി. ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ അപ്പം എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അത് അറിഞ്ഞില്ല, ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് കൊണ്ടുപോകുന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലും ആഭ്യന്തര വകുപ്പിന് പക്ഷേ കുലുക്കമില്ല. DGP-ക്ക് മുകളിൽ P ശശി ഇടപെട്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. സുജിത് ദാസിനെതിരെ അധികം പരിക്ക് പറ്റാത്ത നടപടിയെടുത്ത് അജിത് കുമാറിലേക്കുള്ള നീക്കങ്ങൾ ആഭ്യന്തര വകുപ്പ് തടയുന്നുവെന്ന സൂചനയും പുറത്തുവരുന്നു. ഭരണപക്ഷത്തെ പോര് പ്രതിപക്ഷവും ആയുധമാക്കുന്നു. സ്വർണ്ണക്കടത്ത് സംഘവുമായും പൊട്ടിക്കൽ സംഘവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ബന്ധമെന്ന് കുറ്റപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുടെ രാജിയാണ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയാണ്. പണ്ട് പോകണ്ടായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനം. ഈ സ്വർണ്ണ കള്ളക്കടത്ത് ആരോപണം വന്നപ്പോൾ അന്ന് കേന്ദ്ര ഏജൻസികൾ സഹായിച്ച് രക്ഷപ്പെട്ട, BJP-യുടെ സഹായത്തോടുകൂടി രക്ഷപ്പെട്ട. ഇനി ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. എന്താണ് SP-യും? അൻവറിന്റെ ഗുരുതര ആരോപണം നാളത്തെ UDF ചർച്ച ചെയ്യുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സർക്കാരിന്റെ വിശ്വാസ്യതയെ തന്നെ അങ്ങേയറ്റം പിടിച്ച് ഒലക്കുന്ന വാചകങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസ്യതയെ പിടിച്ചുലക്കുന്ന വാക്കുകളാണ്.
അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗുരുതരമാണ്. അതിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കും, ചർച്ച ചെയ്യും എന്ന് പറയാനുള്ള കാരണം. CPM മുന്നറിയിപ്പ് പരസ്യമായി തള്ളിക്കൊണ്ടുള്ള PV അൻവറിന്റെ വെല്ലുവിളി സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കി. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ കോളുകൾ ചോർത്തിയെന്ന് പോലുമുള്ള തുറന്നു പറച്ചിൽ ഇടത് കേന്ദ്രങ്ങളിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. അൻവറിനെ മെരുക്കാൻ മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ADGPക്കെതിരായ PV അൻവർ MLAയുടെ ആരോപണങ്ങളെ അങ്ങ് തള്ളിക്കളയുന്നില്ല ആഭ്യന്തര വകുപ്പ് എന്ന് മനസ്സിലാകുന്നു. ഇപ്പോൾ DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മുഖ്യമന്ത്രി. പോലീസ് ആസ്ഥാനത്ത് DGP ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുകയും ചെയ്തു. അതേസമയം മലപ്പുറം SP ക്യാമ്പ് ഓഫീസിൽ നിന്ന് അനധികൃതമായി മരം മുറിച്ചു എന്ന പരാതിയിൽ തൃശൂർ റേഞ്ച് DIG അന്വേഷണം നടത്തും. ഷഫീദ് റൌത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, അങ്ങനെ PV അൻവറിന്റെ ആരോപണങ്ങളെ അങ്ങ് തള്ളുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് തേടൽ നടപടിയിലൂടെ? ഷഫീദ്, CPM മുന്നറിയിപ്പുകൾ പരസ്യം വെല്ലുവിളിച്ചാണ് ഇന്നും PV അൻവർ, ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവർ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനം തുടർന്നത്. അതിൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ P ശശി, അതേപോലെ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത്കുമാർ, ഇവരെ ലക്ഷ്യം വെച്ചുള്ള PV അൻവറിന്റെ നിലപാട് അത് ഉറച്ച നിലപാടാണെന്ന് ഇപ്പോൾ CPM സർക്കാരും വിലയിരുത്തുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ന് അദ്ദേഹം ലോ ആൻഡ് ഓർഡർ ADGPയെ വിശേഷിപ്പിച്ചത് പോലും നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ്. അപ്പോൾ അത്രത്തോളം ഗൗരവമുള്ള ആരോപണം ഒരു ഭരണകക്ഷി MLA തന്നെ ഉയർത്തുമ്പോൾ അക്കാര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഈ മലപ്പുറം SP ക്യാമ്പ് ഹൗസിലെ മരംമുറി മുതൽ ഇങ്ങോട്ടേക്ക് ഇന്ന് വന്ന ലേറ്റസ്റ്റ് ആരോപണം അടക്കമുള്ള കാര്യങ്ങളിലെ വിവരങ്ങളാണ് സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി തേടിയിട്ടുള്ളത്. അതിനുശേഷം പോലീസ് ആസ്ഥാനത്ത് ഉന്നത IPS ഉദ്യോഗസ്ഥർ യോഗം ചേർന്നു. DGP വിളിച്ചത് പ്രകാരമായിരുന്നു ആ യോഗം ഉണ്ടായത്. ഉടൻ തന്നെ മുഖ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് കൈമാറും എന്നുള്ളതാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതേസമയം ഈ മലപ്പുറം ക്യാമ്പ് ഹൗസിലെ SP ഓഫീസിലെ SP ക്യാമ്പ് ഹൗസിലെ ഈ അനധികൃത മരമുറി, അക്കാര്യത്തിൽ DGPക്ക് പലതരത്തിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതി തൃശൂർ റേഞ്ച് DIG അന്വേഷിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട്. ഉന്മേഷ്, ശരി. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ചില അക്കൗണ്ടുകളിൽ നിന്ന് മഴ വിവരങ്ങൾ പറയുമോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സായ ആലപ്പുഴ പുന്നമട നെഹ്റു ട്രോഫി മത്സര നടത്തിപ്പിനെ ചൊല്ലി ഇപ്പോൾ പുതിയ വിവാദം കൊഴുക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓഗസ്റ്റ് 10 നടത്താനിരുന്ന വള്ളംകളി മാറ്റിവെച്ചെങ്കിലും പിന്നീട് തീയതി പ്രഖ്യാപിക്കാതെ റദ്ദാക്കും എന്നായതോടെയാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. ഇതിനിടെ ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന് 2.25 കോടി രൂപ അനുവദിച്ചതോടെ വിവാദം ആളിക്കത്തുകയാണ്. വിവാദം തണുപ്പിക്കാൻ മന്ത്രിമാർ രംഗത്തെത്തിയെങ്കിലും തീയതി തീരുമാനിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് വള്ളംകളി പ്രേമികളും ബോട്ട് സംരക്ഷണ സമിതിയും. മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് സർക്കാരിൻ്റെ ആലോചനയിലില്ല. സാമ്പത്തിക പ്രതിസന്ധി മൂലം സഹായവുമില്ല. വേണമെങ്കിൽ വള്ളംകളി ക്ലബ്ബുകൾക്ക് സ്വന്തം നിലയിലൊരു വള്ളംകളി നടത്താമെന്നതായിരുന്നു സംരക്ഷണ സമിതി സർക്കാരിനെ സമീപിച്ചപ്പോൾ ആദ്യം ലഭിച്ച മറുപടി. പിന്നാലെ വയനാട്ടിൽ നിന്ന് ആലപ്പുഴയോളം ദൂരമില്ലാത്ത ബേപ്പൂരിൽ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ സ്വന്തം മണ്ഡലത്തിലെ ജലമേളയ്ക്ക് 2.25 കോടി അനുവദിച്ചതോടെയാണ് കരകളിലും കായലിലും പ്രതിഷേധം ഇരമ്പിയത്. സമൂഹ മാധ്യമങ്ങളിലടക്കം ബേപ്പൂർ ഫെസ്റ്റും നെഹ്റു ട്രോഫി വള്ളംകളിയും സജീവ ചർച്ചയായതോടെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രതികരണവുമായി നേരിട്ടും അല്ലാതെയും രംഗത്തെത്തി. വള്ളംകളി നടത്തിപ്പിനായി കഴിഞ്ഞ വർഷത്തെ പോലെ 1 കോടി രൂപ ഇത്തവണയും അനുവദിച്ചു. എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി തീയതി തീരുമാനിക്കേണ്ടത് സർക്കാരല്ല, NTBR സൊസൈറ്റിയാണെന്ന നിലപാടിൽ മന്ത്രി കൈമലർത്തി. അത് ബന്ധപ്പെട്ടവരാണ് തീരുമാനിക്കേണ്ടത്, ടൂറിസം വകുപ്പല്ല. എന്നാണോ തീരുമാനിക്കുന്നത് അത് അന്ന് അതിനെല്ലാ പിന്തുണയും നൽകും. എല്ലാ നിലയിലും സാമ്പത്തികമായും അല്ലാതെയുമുള്ള എല്ലാ പിന്തുണയും അതിന് നൽകുന്നതായിരിക്കും. 1 കോടി രൂപ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നൽകാൻ തന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളിയെയും ബേപ്പൂർ ഫെസ്റ്റിനെയും താരതമ്യപ്പെടുത്തി ചിലർ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നുവെന്നും മന്ത്രി. തെറ്റായ ഒരു പ്രചരണം ഇതിന്റെ ഭാഗമായി വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അത് പൊതുവെ ആളുകൾക്കറിയാം. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഓണത്തിന് പരിപാടിയല്ല. 2 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. ചൂരൽമല ദുരന്തത്തിന് മുമ്പ് വർക്കിംഗ് ഗ്രൂപ്പ് എടുത്തൊരു തീരുമാനമാണ് 45 ഇനങ്ങൾക്ക് അംഗീകാരം നൽകുക. അതിലൊന്നാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അത് മാത്രം എടുത്തു വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രചരണം നടത്തുന്നത് പിന്നിൽ അത് കൃത്യമായ ലക്ഷ്യമുണ്ട്.
എന്നാൽ നെഹ്റു ട്രോഫി വള്ളംകളി തീയതി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഒരു ആലോചനാ യോഗത്തിന് പോലും സർക്കാരോ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയോ വള്ളംകളി ക്ലബ്ബുകളോടോ സംരക്ഷണ സമിതികളോടോ ഒരു അഭിപ്രായം പോലും ചോദിച്ചിട്ടില്ല. വള്ളംകളി റദ്ദാക്കിയാൽ വലിയ സാമ്പത്തിക നഷ്ടമാകും ടൂറിസം മേഖലയ്ക്കും വള്ളംകളി ക്ലബ്ബുകൾക്കും ഉണ്ടാവുക. 60 ലക്ഷം മുതൽ 80 ലക്ഷം രൂപ വരെയാണ് ഓരോ ക്ലബ്ബുകൾക്കും പരിശീലനത്തിനും മറ്റുമായി ചെലവായത്. ലക്ഷക്കണക്കിന് ജലോത്സവ പ്രേമികൾ, 7000-ഓളം തുഴച്ചിലുകാർ, അത്രത്തോളം സംഘാടകർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ആവശ്യപ്പെട്ടിട്ടും തീയതി സംബന്ധിച്ച തീരുമാനത്തിൽ ജില്ലയിൽ നിന്നുള്ള 2 മന്ത്രിമാർക്കോ ഭരണപക്ഷ MLA-മാർക്കോ അനങ്ങാപ്പാറ നയമായിരുന്നു. പ്രതിഷേധങ്ങളെ തുടർന്ന് ഇക്കുറി വള്ളംകളി ഉണ്ടാകുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായെങ്കിലും മാസങ്ങളായി പരിശീലനം നടത്തുന്ന ക്ലബ്ബുകൾക്ക് അത് സെപ്റ്റംബറിനപ്പുറം നീട്ടിക്കൊണ്ടുപോകുന്നത് പ്രായോഗികമല്ല. ചാലിയാറിന്റെ അഴിമുഖത്ത് നടക്കുന്ന ബേപ്പൂർ ജലമേള കാണാൻ അഭൂതപൂർവമായ ജനത്തിരക്കാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കുറിച്ചപ്പോൾ ലോകമെമ്പാടും നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികളെ ഇനിയും മറക്കരുത്. വള്ളംകളി അവരുടെ സിരകളിൽ ഒഴുകുന്ന വികാരമാണ്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇനി ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ടൂറിസം മന്ത്രി റിയാസിൻ്റെ ഒരു പിന്നെ വാർത്താ സമ്മേളനവും അതുപോലെ തന്നെ ഒരു പത്രക്കുറിപ്പും അതുപോലെ തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ആ ഓർഡറിനകത്ത് 2,40,00,000 രൂപയാണ് ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടി അദ്ദേഹം മുടക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2,40,00,000 രൂപ വയനാട് ദുരിതത്തിൽ നിന്ന് മാക്സിമം 8 കിലോമീറ്റർ കഴിഞ്ഞാൽ ബത്തേരി സ്ഥലമായി. അവിടത്തേക്കാണ് അദ്ദേഹം 2,40,00,000 രൂപ. വയനാട് നിന്ന് 450 കിലോമീറ്റർ ദൂരമുള്ള ആലപ്പുഴയ്ക്ക് ഒരു പൈസ കൂടെ അനുവദിക്കത്തില്ല. ആലപ്പുഴയ്ക്ക് 2.5 കോടി 3 കോടി 4 കോടിയുടെ ആവശ്യം നമുക്കില്ല. നമുക്ക് വേണ്ട 1 കോടി ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വെച്ചാൽ മതി. അതൊന്ന് ബാക്കി ഇവിടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ ഇവിടുത്തെ MLA-മാർ MP-മാരോട് സഹകരിച്ച് നമ്മൾ ഈ വള്ളംകളി നടത്തും. ഒരു 60 to 80 അത്രയും ലക്ഷം രൂപ മുടക്കിയായിട്ടാണ് ഒരു ക്ലബ്ബ് നല്ല രീതിയിൽ വരുന്നത്. പക്ഷേ ഇത്രയും രൂപ മുടക്കിയിട്ട് ഒരു 3-4 ദിവസം മുമ്പാണ് വള്ളംകളി മാറ്റിവെച്ചത്. ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നു. വയനാട് ദുരന്തത്തിൽ ഞങ്ങളുടെ ക്ലബ്ബുകളും സജീവമായിരുന്നു, അതിന് ദുഃഖിക്കുന്നു. ഞങ്ങൾ അതിന് മാറ്റിവെക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണ്. പക്ഷേ അടുത്ത ഒരു ദിവസം പ്രഖ്യാപിക്കണം, വള്ളംകളി നടത്തണം. പക്ഷേ ഇന്ന് ഈ സെപ്റ്റംബർ മാസം 27-ാം തീയതി നടത്താം എന്ന് ഗവൺമെൻറ് തലത്തിൽ ഇങ്ങനൊരു തീരുമാനം നടക്കുന്നതെന്ന് ഞങ്ങളുടെ അസോസിയേഷനും മറ്റു ഭാരവാഹികളൊക്കെ ഞങ്ങളെ അറിയിച്ചപ്പോൾ ഞങ്ങൾ അതിനകത്ത് സന്തോഷിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ ജെയിംസ് കുട്ടി ജേക്കബിനോട് റിയാസിൻ്റെ ഓഫീസിൽ നിന്ന് പറയുന്നത് വള്ളംകളി നടക്കത്തില്ല. അനുകൂലിച്ചും എതിർത്തുമൊക്കെ പ്രതികരണങ്ങളുണ്ട്. മത്തായി വർഗീസ് പറയുന്നു, വയനാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾ വീടും കുടുംബവും ഇല്ലാതെയൊക്കെ ഏറിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള ടൂറിസം പരിപാടി എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ സമ്മിശ്ര പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ യൂട്യൂബിൽ വരുന്നുണ്ട്. കോൺഗ്രസ് നേതാവായിരുന്ന സിമി റോസ്പെൽ ജോണുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നില്ല എന്നുള്ള വിമർശനം മാധ്യമങ്ങൾക്കെതിരെ അക്കൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. നല്ല ഭാഷയിലല്ല അദ്ദേഹത്തിന്റെ വിമർശനം, പക്ഷേ അദ്ദേഹം പറഞ്ഞ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നു. ആ വാർത്ത നമ്മൾ നൽകിയതാണ്. ഇപ്പോൾ അവർക്കെതിരെ ഉണ്ടായിരിക്കുന്ന കോൺഗ്രസ് നടപടിയും നമ്മൾ വാർത്തയായി നൽകുന്നുണ്ട്. രവികുമാർ PB ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. ഓണത്തിനെങ്കിലും സിവിൽ സപ്ലൈകോയിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഒന്ന് തിരക്കണം വകുപ്പ് മന്ത്രിയോട് എന്നാണ് അദ്ദേഹം അറിയിക്കുന്നത്. പല ഘട്ടങ്ങളെ അക്കാര്യത്തിലൊക്കെ ഭക്ഷ്യമന്ത്രി മറുപടി പറഞ്ഞതാണ്. അതിലൊരു വ്യക്തത അദ്ദേഹം വരുത്തുകയും ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങൾ സംബന്ധിച്ച വെളിപ്പെടുത്തലുകൾ തുടരുന്നു. സംവിധായകൻ ഹരിഹരന് എതിരെയും നിർമ്മാതാവ് മോഹനെതിരെയും ഗുരുതര വെളിപ്പെടുത്തലുമായി നടി ചാർമിള രംഗത്തെത്തിയതാണ് ഏറ്റവും ഒടുവിലത്തേത്. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകാത്തതിനാൽ പരിണയം സിനിമയിൽ റോൾ നൽകിയില്ല എന്നാണ് നടിയുടെ ആരോപണം. നിർമ്മാതാവ് മോഹനനും സുഹൃത്തുക്കൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ചാർമിള ആരോപിച്ചു. ചാർമിള പറഞ്ഞത് സത്യമാണെന്നും പുരുഷന്മാർക്കും മലയാള സിനിമയിൽ രക്ഷയില്ലെന്നും നടൻ വിഷ്ണു 24-നോട് പ്രതികരിച്ചു. പരിണയം എന്ന ചിത്രത്തിൽ അഭിനയിക്കാനായാണ് സംവിധായകൻ ഹരിഹരൻ വിളിപ്പിച്ചത്. നടൻ വിഷ്ണുവിനും റോൾ വാഗ്ദാനം ഉണ്ടായിരുന്നു. എന്നാൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറഞ്ഞതോടെ സിനിമ ഉപേക്ഷിച്ചുവെന്നാണ് ചാർമിളയുടെ വെളിപ്പെടുത്തൽ. മറ്റേ ഹരിഹരൻ സർ അവർ വീട്ടിലായിരുന്നു ഇവിടെ. പരിണയം എന്ന ഒരു തമിഴ് മലയാള ചിത്രം, വിനീത് നായകനാണ്. അപ്പോ അതിനെ എന്നെ വിളിച്ച് നായികയായിട്ട് നോക്കി. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ വിഷ്ണു ഏട്ടനെ വിളിച്ച് അവർ ചോദിച്ചതായിരുന്നു ചാർമിള ഇങ്ങനെ വരുവോ, വന്നു കഴിഞ്ഞാൽ സിനിമ കൊടുക്കാം, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞു. ഇതിന് പ്രതികാരമായി വിഷ്ണുവിനും റോൾ നൽകിയില്ല. അർജുനൻ പിള്ളയും 5 മക്കളും എന്ന സിനിമയുടെ ചിത്രീകരണ സമയത്ത് ഹോട്ടലിൽ വെച്ച നിർമ്മാതാവും സുഹൃത്തുക്കളും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും നടി. പാക്കപ്പ് ദിവസമാണ് ആ പ്രൊഡ്യൂസറും ഫ്രണ്ട്സും എല്ലാം അടിച്ച് നമ്മളെ റേപ്പ് ചെയ്യാൻ നോക്കി. ഇതാണ് അത് സംഭവിച്ചത്. പ്രൊഡ്യൂസർ മോഹൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡ്യൂസർ, അർജുനൻ പിള്ളയും 5 മക്കളും പ്രൊഡ്യൂസർ ആരെന്ന് വെച്ചാൽ ചോദിച്ചു അറിഞ്ഞു. അവരെ വെച്ച് കഴിഞ്ഞാൽ അവരും അവരുടെ ടീം ഓഫ് ഫ്രണ്ട്സുമായിരുന്നു പ്രശ്നമുണ്ടാക്കിയത്. ചാർമിള പറഞ്ഞത് സത്യമാണെന്ന നടൻ വിഷ്ണു.
ഹരത് സാർ ഒരു പടം ഹരിപ്രനെ ആരംഭിച്ച സമയത്ത് അതിലൊരു നായിക വേണം എന്ന് പറഞ്ഞു. ആ കുട്ടി അതിൻ്റെ ആ ഒരു സിനിമാറ്റിക് ലാംഗ്വേജ് ഉണ്ടല്ലോ, നമ്മൾ മീഡിയയിലുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, കൊടുക്കുമോ എന്ന് ചോദിച്ച്. ചാർമിള റിബലായതിന് കാരണം മലയാളം ഇൻഡസ്ട്രിയാണെന്നും വിഷ്ണു പറഞ്ഞു. 24 ചെന്നൈ. പൊതുജനം കഴുതയല്ല സാർ. സിനിമാ മേഖലയിലെ ആരോപണങ്ങൾ ഇന്ന് സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലൈംഗികാരോപണത്തിൽ അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയ നടിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയെന്നതാണ്. വീഡിയോ കോൾ വഴിയാണ് മൊഴിയെടുത്തത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിയിൽ പ്രതീക്ഷയുണ്ട് എന്ന് നടി പറഞ്ഞു. വിനീത വിജിയുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിനീത. ഉന്മേഷ്, 2018 തന്നെ ഈ സിനിമയുടെ സൈറ്റിൽ വെച്ച് സംവിധായകനിൽ നിന്ന് തനിക്ക് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായതായി ചൂണ്ടിക്കാണിച്ച ഈ നടി അമ്മയ്ക്ക് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. 2018 ഈ പരാതി നൽകിയിരുന്നത്. പക്ഷേ ആ പരാതിയിന്മേൽ യാതൊരു നടപടിയും അമ്മ എന്ന താരസംഘടനയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ വിവാദങ്ങൾക്ക് പിന്നാലെ, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും താരസംഘടനയ്ക്ക് ഈ നടി പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പരാതി ലഭിച്ചതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അതിൽ തുടർ നടപടി സ്വീകരിക്കുമോ എന്നങ്ങനെ ഒരു ഔദ്യോഗിക അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ നടി വ്യക്തമാക്കിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഈ നടിയുടെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവരിപ്പോൾ കേരളത്തിന് പുറത്താണ്. അതുകൊണ്ട് തന്നെ വീഡിയോ കോളിലൂടെയാണ് ഇവരുമായി അന്വേഷണ സംഘം സംസാരിച്ചതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവരുടെ പരാതിയിന്മേൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഇവർക്ക് ഈ പരാതിയിൽ അവർ സൂചിപ്പിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷണ സംഘം അവരിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. സംവിധായകനായ തുളസിദാസിനെതിരെയാണ് അവർ ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ ആ പരാതിയിൽ ആദ്യഘട്ടത്ത് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതേ പരാതിയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ എല്ലാം വളരെ വിശദമായി തന്നെ താൻ അന്വേഷണ സംഘത്തിന് മുൻപിൽ കൈമാറിയിട്ടുണ്ടെന്നാണ് ആ നടി ഇപ്പോൾ നമ്മളുമായി അല്പസമയം നേരം സംസാരിച്ചപ്പോൾ അവർ അക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ ഈ അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുമെന്നും അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ തനിക്ക് വിശ്വാസവും പ്രതീക്ഷയും ഉണ്ടെന്ന് തന്നെയാണ് ആ നടിയുടെ പ്രതികരണം. വിനീത വിജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. ചില അക്കൗണ്ടുകളിൽ നിന്നൊക്കെ വന്ന ചോദ്യം, അതുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ ഇനി കടക്കുന്നു. സിമി റോസ്ബൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. വനിതാ നേതാക്കൾക്കെതിരായ പരാമർശങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി. എസ് ശ്യാംകുമാർ ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, സിമി റോസ്ബൽ ജോണിനെ കോൺഗ്രസിൽ നിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായിട്ടാണ് KPCC വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കോൺഗ്രസിലെ വനിതാ നേതാക്കളെ അധിക്ഷേപിച്ചു എന്നുള്ളതാണ് AICC മുൻ അംഗവും PSC അംഗവുമായിരുന്ന സിമി റോസ്ബൽ ജോണിനെ പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത്. കെ സുധാകരൻ MPയുടെ നിർദ്ദേശപ്രകാരമാണ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നതെന്നാണ് KPCC ജനറൽ സെക്രട്ടറി M ലിജു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ശത്രുക്കളുടെ ഒത്താശയോടെ കോൺഗ്രസിലെ ലക്ഷക്കണക്കിന് വനിതാ നേതാക്കളെ അവഗണിച്ചു എന്നുള്ളതാണ് KPCCയുടെ വിലയിരുത്തൽ. ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും KPCC വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് മാരാരിക്കുളത്ത് നിന്നടക്കം ജനവിധി നേടിയ സിമി റോസ്ബൽ ജോണിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുന്നത്. അങ്ങനെ സിമി റോസ്ബൽ ജോണിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്ന ശ്യാംകുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഉരുൾപൊട്ടലിൽ ഉള്ളുപൊട്ടിയ വയനാടിന് അതിജീവന പാതയൊരുക്കി 24. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് കൈത്താങ്ങാവാൻ 24 നടത്തിയ പ്രേക്ഷക ജില്ലാ സമ്മേളന വേദിയിലേക്ക് സഹായ പ്രവാഹം. 25 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പറഞ്ഞു. ആശുപത്രികൾക്കും വിദ്യാഭ്യാസത്തിനുമായി K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുത്തും ജോലി വാഗ്ദാനം ചെയ്തും ദുരന്ത ബാധിതരെ 24 ചേർത്ത് പിടിച്ചു. ദുരന്തബാധിതർക്ക് കൈത്താങ്ങാകാൻ 24 കണക്കിന്റെ ഭാഗമായി നടത്തിയ ജില്ലാ പ്രേക്ഷക സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ചേർത്തുപിടിക്കലിന്റെ സ്നേഹക്കണ്ണിയായി. സർവ്വതും നഷ്ടപ്പെട്ട് പകച്ചുപോയ ദുരന്തബാധിതർക്ക് വീടും ജോലിയും വാഗ്ദാനം ചെയ്ത് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് 24 കണക്റ്റുമായി ചേർന്ന് ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രഖ്യാപിച്ചു. 30 പേർക്ക് തൊഴിൽ, ആരോരുമില്ലാത്ത 10 പേരെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. 25 വീടുകളുടെ കൂടെ തന്നെ ഇവിടെ ജോലിയില്ലാത്ത കുറേ പിള്ളേരുണ്ട്. ആ ജോലിയില്ലാത്ത പിള്ളേർക്ക് 10-30 പേർക്ക് 24 എന്നാണ് ഇവിടെ സൂചിപ്പിച്ചത്. 24 എന്ന പേര്, അതായത് അത്യാവശ്യമായി തൊഴിൽ വേണ്ട 30 പേർക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഗോപാലേട്ടൻ ജോലി കൊടുക്കും. മേപ്പാടി മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെത്തി പ്രധാനമന്ത്രി താലോലിച്ച നൈസമോളുടെ വിദ്യാഭ്യാസ ചെലവ് നടൻ വിനോദ് കോവൂർ ഏറ്റെടുത്തു. മാതാപിതാക്കളെ നഷ്ടമായ സിദ്ധറയുടെയും മുഹമ്മദ് ഹാനിയുടെയും അഭിജിത്തിന്റെയും വിദ്യാഭ്യാസ ചെലവ് 24 വഹിക്കും. ദുരന്തത്തെ അതിജീവിച്ച അക്ഷയയ്ക്ക് ഗോകുലം ഗ്രൂപ്പ് ജോലി വാഗ്ദാനം ചെയ്തു. കുടുംബത്തിലെ എല്ലാവരെയും നഷ്ടമായ ശ്രുതിക്കും ജോലി ലഭിക്കും. അക്ഷയ BA മലയാളം പഠിച്ചവളാണ്. BEd കഴിഞ്ഞു.
ഏതെങ്കിലും ഒരു ജോലി BEdന്റെ കാര്യത്തിൽ ഇതല്ല ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ഞാൻ ഏർപ്പാട് ചെയ്തു തരാം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. പ്രതീഷിന്റെ ഉപജീവന മാർഗമായ വെൽഡിംഗ് മെഷീനും തയ്യൽ മെഷീനും 24 നൽകും. വിഷ്ണുവിന് ഓട്ടോറിക്ഷയ്ക്ക് സഹായധനം വ്യവസായി T അലി നൽകും. ഇവർ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ അദ്ദേഹത്തിന്റെ മക്കളാണ് ഈ സഹായം നൽകണമെന്ന് പറഞ്ഞത്. ആ മക്കൾക്കൊരു വലിയ കൈയടി. ഓക്കെ, താങ്ക് യു. എന്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയിൽ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒപ്പം ചേർന്നു. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 15 കോടി രൂപ നൽകും. അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള സഹായത്തിനു പുറമെ ആശുപത്രി നിർമ്മാണത്തിന് 3 കോടി രൂപ സഹായം. താലൂക്ക് ആശുപത്രിയിലും PHCയിലും പ്രത്യേക ബ്ലോക്കും വിദ്യാഭ്യാസത്തിന് സഹായവും ഉണ്ടാകും. ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ 24 ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. അതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി, 4 സ്ഥലത്താണ് ആശുപത്രി വരുന്നത്. ദുരന്തത്തിൽ പകച്ച് തകർന്നുപോയ ഒരു കൂട്ടം മനുഷ്യർക്ക് ഒപ്പം ഞങ്ങളുണ്ടെന്ന ഉറപ്പുള്ള സന്ദേശമായി മാറി ജില്ലാ പ്രേക്ഷക സമ്മേളനം. ടീം 24 വയനാട്. പല ഇടങ്ങളിൽ നിന്നും മഴയുണ്ടോ എന്നുള്ള പ്രേക്ഷക ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകൾ 10 ജില്ലകളിൽ സംസ്ഥാനത്തിപ്പോൾ യെല്ലോ അലർട്ട് നിലനിൽക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്തൊരു ജനകീയ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വികസനം നാടിൻ്റെ ആവശ്യമാണ്. പുതിയ ഫാക്ടറികളും സംരംഭങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. പക്ഷേ അതൊന്നും നാടിനെ നശിപ്പിച്ചുകൊണ്ടാകരുത്. മൂവാറ്റുപുഴ ആയവന പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ തണ്ണീർത്തടം നശിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെ ഇപ്പോൾ സമരത്തിലാണ് നാട്ടുകാർ. മൂവാറ്റുപുഴ ആയവനയിൽ മരുതൂരിലെ 6 ഏക്കറോളം വിസ്തൃതിയിലുള്ള സ്വകാര്യ ഭൂമിയിലാണ് പ്ലൈവുഡ് ഫാക്ടറി വരുന്നത്. കൃഷിയിടങ്ങളും ചുറ്റിലും വീടുകളുമുള്ള പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതു മുതൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങിയെന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽക്കാലത്ത് പോലും വറ്റാത്ത നീരുറവ നികത്തപ്പെട്ടു. ഇതിനിടെയാണ് പ്രദേശത്തെ കൂറ്റൻ പാറ പൊട്ടിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. വീട് വെക്കാൻ പാറ പൊട്ടിക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഖനനമെന്നാണ് ആരോപണം. പാറ പൊട്ടിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ എപ്പം വേണേലും മണ്ണിടിച്ചിലുണ്ടാകാൻ പറ്റും, അതുപോലെ ഉറവയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ വെള്ളം ഇവിടെ നന്നായിട്ട് നീരുറവയുള്ള സ്ഥലമാണ്. വെള്ളം എപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്തായാലും വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഉറവ. എല്ലായിടത്തും സ്റ്റേ ഉള്ള കോടതിയിൽ നിന്ന് സ്റ്റേയും മൈനിങ്ങാഞ്ചികളുടെ സ്റ്റേ ഉള്ള സമയത്ത് തന്നെയാണ് ഇവർ ഈ പുറത്തെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും അവരാരെയും പേടിയില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പോലീസ് വരും, പണി നിർത്തും, 1 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് പോവും, വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യും. നിയമലംഘനമെന്ന് കണ്ടെത്തിയതോടെ ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പ്രവൃത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നാട്ടുകാർ ജനകീയ മുന്നണിയുണ്ടാക്കി സമരം തുടങ്ങിയെങ്കിലും ഒരു നടപടിയും ആയവന പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏകജാലക പദ്ധതി വഴിയാണ് അനുമതി നേടിയതെന്ന കാരണത്താൽ ഒന്നും ചെയ്യാനാവില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ ജനവാസ മേഖലയിൽ ഇത്തരം പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് യാതൊരു പരിശോധനയും നടത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വ്യവസായങ്ങൾ നാടിനാവശ്യമാണ്. പക്ഷേ നാട്ടുകാർ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനാണ്. ഇവിടുത്തെ നാട്ടുകാർ കുറേയേറെ ആശങ്കകൾ ഉന്നയിക്കുന്നു. അതിന് പരിഹാരം കാണേണ്ടത് സർക്കാരും ഭരണ സംവിധാനവുമാണ്. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പോ പഞ്ചായത്തോ നടപടി എടുത്തിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ആ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് അവിടെ നീരുറവ ഉണ്ടെന്നും പറഞ്ഞ് തന്ന പേപ്പറാണിത്. വില്ലേജിൽ നിന്ന് ഒരു ചങ്ങഞ്ചാറ തോട് ഒഴുകുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൃഷി ഓഫീസറും തന്ന ഇതാണ്. ഇത് ഞങ്ങൾക്ക് സ്റ്റേ മേടിച്ച ഒരു പേപ്പറാണ്. ഇതെല്ലാം കയ്യിലുണ്ടെങ്കിലും അവർ ഇത് നിർത്താനോ അന്നൊക്കെ പണി നടക്കുവാണ്. സ്റ്റേ മേടിച്ചതിന് ശേഷമാണ് അവർ ഈ കെട്ടിടം പണിതത് തന്നെ. അപ്പനും അമ്മയുണ്ട്, പിന്നെ വൈഫാണെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാണ്. അപ്പം ആ മേളിൽ നിന്ന് മല ഇങ്ങോട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിന് ആരെയും എടുത്തുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. അവരാ പാറ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ കളറ് കണ്ടു. നല്ല വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കുകയില്ല. പിന്നെ എന്നെ
ഇപ്പോൾ ഒരു പാറ പൊട്ടിച്ചു. ആ സമയത്ത് ഇവിടെ ഭയങ്കര രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ സൗണ്ടാണ്. പ്രായമായ അമ്മച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഇറങ്ങിപ്പോകാനോ ഒന്നും പറ്റാത്ത ആൾക്കാർ എവിടെ എങ്ങനെയാണ് അത്ര നാൾ കഴിച്ചു കൂട്ടിയെന്ന് അറിയത്തില്ല. കാരണം 2-3 മാസം ശരിക്കും സഹിച്ചു. കൂടാതെ വായു മലിനീകരണം അത് വേറെ പ്രശ്നം. ഈ കമ്പനി ഇവിടെ വന്ന ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ മാരകമായ വിഷം ഈ വെള്ളത്തിൽ കൂടി തന്നെ ഒഴുകി. അപ്പോൾ വേനൽക്കാലത്ത് ഈ ഇവിടുന്ന് ഒഴുകി ചെല്ലുന്ന വെള്ളമാണ് ഈ കിണറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി മാരകമായ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. 24-ന്റെ വയനാട് പ്രേക്ഷക സമ്മേളനമായിരുന്നു. അതിൽ പങ്കെടുത്തതായി നമ്മുടെ പ്രേക്ഷക വസന്തകുമാരി അറിയിക്കുന്നുണ്ട്. റീന സതീശൻ പറയുന്ന വയനാടൻ മക്കളുടെ ദുരന്താനന്തരമുള്ള സങ്കടം കേട്ടപ്പോൾ വല്ലാതെ മനസ്സ് വേദനിച്ചു. എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന 24-ന്റെ ഉദ്യമത്തിൽ കൂടി അവരെ ചെറുതായെങ്കിലും സഹായിക്കാൻ എനിക്കുമായതിൽ സന്തോഷമെന്നാണ് റീന സതീശൻ അറിയിക്കുന്നത്. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് പോകുന്നു. കോഴിക്കോട് മുക്കാളി റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. ലാഭകരമല്ലാത്ത ഹാൾ സ്റ്റേഷൻ എന്ന പേരിലാണ് നീക്കം. കോവിഡ് കാലം വരെ 10 ട്രെയിനുകൾ നിർത്തിയിരുന്ന സ്റ്റേഷനിൽ ഇപ്പോൾ 4 ട്രെയിനുകൾക്ക് മാത്രമാണ് സ്റ്റോപ്പ് ഉള്ളത്. കോവിഡ് കാലത്ത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് പാസഞ്ചർ ട്രെയിനുകളുടെ ഹാൾട്ട് സ്റ്റേഷനിലെ സ്റ്റോപ്പുകൾ താൽക്കാലികമായി നിർത്തിയത്. കോവിഡ് ആശങ്ക മാറിയെങ്കിലും റെയിൽവേയുടെ സമീപനത്തിൽ മാത്രം മാറ്റം വന്നില്ല. പാസഞ്ചർ ട്രെയിനുകളുടെ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ 100 വർഷം പഴക്കമുള്ള മുക്കാളി സ്റ്റേഷന്റെ വരുമാനം കുത്തനെ കുറഞ്ഞു. ആകെയുള്ള 4 ട്രെയിനുകളിൽ 2 എണ്ണം പ്രാധാന്യമില്ലാത്ത സമയത്താണ് നിർത്തുന്നതും. ഇതും വരുമാനം കുറയാൻ കാരണമായതായി പറയുന്നു. 10ഓളം ട്രെയിനുകൾ നിർത്തിയിരുന്ന ഈ മുക്കാളി റെയിൽവേ സ്റ്റേഷനിൽ കോവിഡിന് ശേഷം വെറും 2 വണ്ടികൾ മാത്രം നിർത്തുന്ന ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കോടേക്കും അതേപോലെ തന്നെ കോയമ്പത്തൂരിലേക്കും പോകുന്ന നിരവധി രോഗികളും വിദ്യാർത്ഥികളും അതേപോലെ തന്നെ ഗവൺമെൻറ് ജീവനക്കാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. തലശ്ശേരി ഭാഗത്തേക്ക് രാവിലെ 7:50-നും വൈകിട്ട് 3:15-നും, കോഴിക്കോട് ഭാഗത്തേക്ക് വൈകിട്ട് 3:55-നും 6:05-നുമാണ് ട്രെയിനുകൾ. കോഴിക്കോട് കണ്ണൂർ ഭാഗങ്ങളിലേക്ക് ജോലിക്കും പഠന ആവശ്യങ്ങൾക്കുമായി 100 കണക്കിന് ആളുകളാണ് മുക്കാളി സ്റ്റേഷനെ ആശ്രയിച്ചിരുന്നത്. എന്നാൽ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ മറ്റു വാഹനങ്ങളെ ആശ്രയിച്ച് വടകര റെയിൽവേ സ്റ്റേഷനിൽ എത്തേണ്ട അവസ്ഥയാണ്. കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് സ്റ്റേഷൻ തന്നെ നിർത്തലാക്കാനുള്ള ശ്രമം നടക്കുന്നതെന്ന് ആക്ഷൻ കമ്മിറ്റി ആരോപിച്ചു. ഈ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നടക്കുന്നത് ഈ സ്റ്റേഷനിലെ ജനപ്രിയമായി ജനങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകൾ നിർത്തി ഈ സ്റ്റേഷൻ ലാഭകരമല്ല എന്ന പേരിൽ പൂട്ടാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. ഈ ഗൂഢനീക്കത്തെ ഈ നാട്ടിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയ കക്ഷികളും കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ എതിർത്തുകൊണ്ട് ഇതിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകും. റെയിൽവേയുടെ നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. എന്നാൽ സ്റ്റേഷൻ അടച്ചുപൂട്ടുന്നു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ അറിയിച്ചു. വികസനമാണേലും സംരംഭമാണേലും സ്ഥാപനമാണെങ്കിലും അടച്ചുപൂട്ടുവാനും അവസാനിപ്പിക്കുവാനും എളുപ്പമാണ്. അതില്ലാതായാൽ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ദുരിതവും കഷ്ടപ്പാടും കൂടി അധികൃതർ മനസ്സിലാക്കണമെന്നാണ് പറയുവാനുള്ളത്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഏതായാലും ഈ സ്റ്റോപ്പുകൾ വെട്ടിക്കുറച്ചതോടെ പ്രതിസന്ധിയിലായിരിക്കുന്ന 100 കണക്കിന് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ഒക്കെയാണ് പ്രതികരണങ്ങളിലേക്കാണ്. കോവിഡ് വരുന്നതിന് മുമ്പ് ഒരുപാട് ട്രെയിനുകൾ നിർത്തിയിട്ടുള്ളൊരു സ്റ്റേഷനായിരുന്നു മുക്കാളി റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ നമ്മുടെ രാവിലെ 6:50-ന്റെ ട്രെയിന് ഇവിടെ നിർത്താതെ പോകുന്നത് വളരെ പ്രയാസമുണ്ട്. അവർ വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും അതുപോലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃത്വങ്ങളുമായ റെയിൽവേ സ്റ്റേഷനിൽ അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നിങ്ങൾ ട്രെയിൻ നിർത്താൻ ആവശ്യപ്പെടുന്നു, നിർത്തലാക്കുന്ന സ്റ്റേഷനിലാണോ ട്രെയിൻ നിർത്തേണ്ടതെന്ന് ഒരു ചിരിയോടുകൂടി പറയുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും വീണ ഒരു ഇടുത്തി പോലെയാണ് എനിക്ക് തോന്നുന്നത്. മലബാറിലെ യാത്രാ ദുരിതം എല്ലാവർക്കും അറിയാവുന്നതാണ്. റെയിൽവേ മന്ത്രിയുടെ ശ്രദ്ധയിലും പെട്ട് നടപടികൾ എടുക്കുന്നതാണ്. പല ട്രെയിനുകളിലും നിത്യ യാത്ര ചെയ്യുന്ന ജീവനക്കാരുടെ അടക്കമുള്ള ആളുകൾ കുഴഞ്ഞു വീഴുന്ന രീതിയിൽ വലിയ തിരക്കാണ് മലബാറിലെ യാത്രാ സൗകര്യത്തിലുള്ളത്. ഇത്തരത്തിൽ നിലവിലുള്ള സൗകര്യം പോലും ഇല്ലാതാക്കുന്ന നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. ശക്തമായ സമര പരിപാടികൾ നടത്തേണ്ടതുണ്ട്. സർക്കാരിന്റെ പ്രധാനപ്പെട്ട ജനപ്രതിനിധികളോടക്കമുള്ള ശ്രദ്ധ ഉണ്ടാവേണ്ടതുണ്ട്.
ഒരു അക്കൗണ്ടിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം എങ്ങനെയാണ്? വാർത്തകൾ അനാവശ്യമായി നാടകീയമാക്കി ജനങ്ങളിൽ സമ്മർദ്ദം ഉണ്ടാക്കരുത്, മാധ്യമധർമ്മം പാലിക്കുക. ഇത് കേരളത്തിൽ അനാരോഗ്യകരമായ അവസ്ഥ സൃഷ്ടിക്കുകയും ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അനാവശ്യമായ ഒരു നാടകീയത ഉണ്ടാക്കാറില്ല. ചില വാർത്തകൾ ഉണ്ടാകുന്നു, ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണ്, നാടകീയമായിട്ടാണ്. അപ്പോൾ അത് അതേപടി പകർത്തുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ മാധ്യമങ്ങൾ അങ്ങനെ കൃത്രിമമായി ഒന്നും സൃഷ്ടിക്കുന്നില്ല എന്നോർക്കുമല്ലോ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. വിദ്യാർത്ഥിയുടെ കോഷൻ ഡെപ്പോസിറ്റ് തടഞ്ഞുവെച്ച കോളേജിന് പിഴ വിധിച്ച് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. ഇടുക്കി പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ആണ് പിഴ ഒടുക്കേണ്ടത്. സലീം മാലിക് ചേരുന്ന വിവരങ്ങളുമായി. സലീം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഒരു അങ്ങനെ അത്ര സാധാരണമല്ലാത്തൊരു നടപടിയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അത് മാതൃകാപരമാണെന്ന് പറയാതിരിക്കാനും കഴിയില്ല. 20,000 രൂപയാണ് വിദ്യാർത്ഥിയുടെ കോഷൻ ഡെപ്പോസിറ്റ് തടഞ്ഞുവെച്ച കോളേജിന് പിഴശിക്ഷ വിധിച്ചത്. ഇടുക്കി പീരുമേട് അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനാണ് പിഴ വിധിച്ചത്. ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയ വിചാരണയ്ക്ക് ശേഷമാണ് ഈ ഉത്തരവുണ്ടായത്. ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിക്ക് ലഭിക്കാനുള്ള കോഷൻ ഡെപ്പോസിറ്റ് നൽകിയില്ലെന്ന് കാണിച്ച് പിതാവായ പെരുമ്പള്ളിൽ സ്വദേശി പി സുരേഷ് കുമാർ വിവരാവകാശ അപേക്ഷ അയച്ചിരുന്നു. അതിന് മറുപടി നൽകിയില്ല. അതിനെ തുടർന്നുള്ള പരാതിയിലാണ് ഈ നടപടി ഉണ്ടായത്. കോളേജിലേക്ക് കുട്ടി തുക വല്ലതും നൽകാൻ കുടിശ്ശികയുണ്ടോ എന്ന് നോക്കിയ ശേഷം ഡെപ്പോസിറ്റ് ബാക്കിയുണ്ടെങ്കിൽ നൽകാമെന്നായിരുന്നു കോളേജ് അന്ന് അറിയിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് കോഴ്സ് കഴിഞ്ഞ് 2 വർഷമായിട്ടും പ്രശ്നം തീർപ്പാക്കിയില്ല. 2022 നവംബറിലും 2023 മെയ് മാസത്തിലും നൽകിയ പരാതികളോടും ജൂൺ നവംബർ മാസങ്ങളിൽ വിവരാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിനോടും പ്രിൻസിപ്പൽ പ്രതികരിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് 2024 ജനുവരി 18 കമ്മീഷൻ തിരുവനന്തപുരത്തേക്ക് പ്രിൻസിപ്പലിനെ ഹിയറിംഗിന് വിളിച്ചത്. പക്ഷേ ആ ഹിയറിംഗിനും പ്രിൻസിപ്പൽ എത്തിയില്ല. അതിനുശേഷം കമ്മീഷൻ സമൻസ് അയച്ച് 2024 മെയ് 9 വരുത്തിയപ്പോൾ നൽകിയ മൊഴിയും തൃപ്തികരമല്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനുശേഷമാണ് വിവരങ്ങൾ ബോധപൂർവം വൈകിപ്പിക്കുകയും വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും മറുപടി നൽകുന്നതിൽ ഗുരുതര വീഴ്ച വരുത്തുകയും ചെയ്തത് കാരണം ഈ ശിക്ഷ വിധിച്ചത്. ഈ മാസം 30-നകം തന്നെ പിഴ കൊടുക്കണം. ഇക്കാര്യം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കളക്ടർ മുഖേന ജപ്തി നടപടിയിലൂടെ തുക വസൂലാക്കുമെന്നും ഈ ഉത്തരവിലുണ്ട്. ശരി, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. പവിത്രൻ പാതിരപ്പറ്റ ഒരു കാര്യം പറയുന്നു. 24 കോഴിക്കോട് ജില്ലാ സമ്മേളനം നാദാപുരം വിലങ്ങാട് വെച്ച് നടത്താൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹം ആലോചിക്കേണ്ടതും അതിലൊക്കെ അഭിപ്രായം പറയേണ്ടവരുമുണ്ട്. അവർ തന്നെ അക്കാര്യത്തിൽ അഭിപ്രായം വ്യക്തമാക്കും. സ്ഥലങ്ങളൊക്കെ ആ നിലയ്ക്കായിരിക്കും തിരഞ്ഞെടുക്കുക. പവിത്രൻ പാതിരപ്പറ്റ അത് ഓർക്കുമല്ലോ. നമ്മൾ അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ്. 35 ലക്ഷം രൂപ മുടക്കി ഒരു ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു. പക്ഷേ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നേ വരെ ആർക്കും അവിടെ നിന്ന് വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ മാത്രം കഴിഞ്ഞിട്ടില്ല. പുതിയ മോഡൽ വാഹനങ്ങളുടെ ചാർജിംഗ് രീതിക്കനുസരിച്ച് ചാർജിംഗ് സ്റ്റേഷനിലെ പോയിന്റുകൾ ഒരുക്കാതിരുന്നതാണ് ലക്ഷങ്ങളുടെ പദ്ധതി നശിക്കാൻ ഇടയാക്കിയത്. കൃത്യമായ വികസന കാഴ്ചപ്പാടില്ലാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ എങ്ങനെ ഇരിക്കുമെന്നതിന്റെ സ്മാരകമാണ് ഇക്കാണുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിൽ KSEBയുടെ ഉടമസ്ഥതയിൽ 35 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനാണ് ഇക്കാണുന്നത്. പക്ഷെ ഇന്നോളം ഇവിടെ നിന്ന് ചാർജ് ചെയ്യാൻ മാത്രം ആർക്കും സാധിച്ചിട്ടില്ല. ഇലക്ട്രിക് ബസ്സുകളടക്കമുള്ള വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ കഴിയുന്ന അത്യാധുനിക ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനാണ് വടക്കാഞ്ചേരിയിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു പ്രഖ്യാപനം. പ്രധാന പാതയിൽ നിന്ന് മാറി ഏങ്കക്കാട് KSEB സബ്സ്റ്റേഷനടുത്ത് സ്ഥലവും കണ്ടെത്തി. കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ മുടക്കി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും കരാർ കമ്പനിയായ ഡെൽറ്റ സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും ഇറങ്ങാതായി. വണ്ടികൾക്ക് ഉപയോഗമില്ല, കാരണം അവർക്ക് ഇവിടെ വന്നിട്ട് ചാർജ് ചെയ്യുന്ന ഒരുപാട് സമയനഷ്ടം, പിന്നെ അതിൻ്റെ ടെക്നോളജി മാറിയതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി. ഇതിങ്ങനെ വന്നപ്പോൾ ഇതിപ്പോൾ 1.5 വർഷത്തോളമായിട്ട് ഇതിങ്ങനെ അടഞ്ഞു കിടക്കുകയാണ്. ഇനി ഇത് ഉപയോഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഈ ചാർജ് ചെയ്യുന്ന ടെക്നോളജി മൊത്തം മാറണം. അപ്പോൾ 35 ലക്ഷം ചിലവ് ചെയ്ത് ഉണ്ടാക്കിയത് ഇനി ഇതിൻ്റെ സിസ്റ്റം ഒന്ന് റീഅറേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ അത്രയും പൈസ വീണ്ടും വേണ്ടി വരും. പുതിയ വാഹനങ്ങളുടെ ചാർജിംഗ് സ്ലോട്ട് അനുസരിച്ച ചാർജിംഗ് സ്റ്റേഷനിലെ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിച്ചാൽ മാത്രമേ പദ്ധതി ജനങ്ങൾക്ക് ഉപകരിക്കൂ. എന്നാൽ ഉപകരണങ്ങൾ മാറ്റി സ്ഥാപിക്കാൻ 30 ലക്ഷം രൂപയ്ക്ക് മുകളിലാകുമെന്നാണ് വിലയിരുത്തൽ. ഈ തുക കണ്ടെത്താൻ KSEBക്ക് കഴിയാതെ വന്നതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ പദ്ധതിയാണ് ഉപകാരമില്ലാതെ നശിക്കുന്നത്. ഇത് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് മന്ത്രി പരസ്യമായി നിയമസഭയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത്രയും കോടികളുടെ ദൂരത്ത് ഓരോ പദ്ധതി വരുമ്പോഴും അതിൻ്റെ പ്രായോഗികത നോക്കാതെ പണം ചെലവഴിച്ച് ഇതുപോലെ ഇങ്ങനെ നോക്കുകുത്തികളായിട്ട് ഒരുപാട് പദ്ധതികൾ കിടക്കുകയാണ്. അപ്പോൾ ശക്തമായി ഇതിൻ്റെ ഒരു CBI അന്വേഷിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത്തരം അവസ്ഥ നാളെ ഉണ്ടാവരുത്. ഏങ്കക്കാട് മാത്രമല്ല, ചാർജിംഗ് സ്റ്റേഷനുകൾ നവീകരിക്കാൻ സാധിക്കാതായതോടെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ഇന്ന് കാടുകയറുകയാണ്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം തള്ളാനും കൊള്ളാനുമാകാതെ
നിരവധി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകളാണ് സ്മാരകം കണക്കെ സ്ഥിതി ചെയ്യുന്നത്. തൃശ്ശൂരിൽ നിന്നും സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ ഒരുക്കിയത് കെടുകാര്യസ്ഥതയുടെ, ദീർഘവീക്ഷണയില്ലായ്മയുടെ എല്ലാം ഉദാഹരണമാണ്. പ്രതികരണങ്ങളിലേക്ക്. ഇത്രയും കാശ് ചിലവാക്കിയിട്ട് ഒരാൾക്ക് പോലും ഉപകാരം ഇല്ലാത്ത രീതിയിൽ 35 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചിട്ടാണ് KSEBയുടെ നേതൃത്വത്തിൽ അധികൃതർ ഇത് ചെയ്തിരിക്കുന്നത്. വലിയ ഇതിൽ കൊട്ടിക്കൊഴിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ഇതിപ്പോൾ ആർക്കും ഉപകാരമില്ലാതെ അനാഥപ്രേതം പോലെ ഇവിടെ കിടക്കുകയാണ്. കൂടുതലും ഇലക്ട്രിക് വണ്ടികളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കൂടി പ്രയോജനമാകുന്ന വിധത്തിൽ അത് പരിവർത്തനം ചെയ്തു കൊടുക്കണം. ഒരു പെട്ടെന്നുള്ളൊരു ആക്ഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പീയൂഷ് പത്മകുമാർ അറിയിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ അൺസ്റ്റോപ്പബിൾ റെയിൻ എന്ന് പറയുന്നുണ്ട്. റഷീദ് പറയുന്നു മലപ്പുറത്തും മഴ ഇപ്പോൾ നിൽക്കുന്നില്ല. അങ്ങനെ സംസ്ഥാനത്തെ വിതരണങ്ങളിൽ ശക്തമായ മഴ പെയ്യുന്നതായി പ്രേക്ഷകർ അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.